ലീനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച റീത്തയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴതോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൗലോസ് മുഖാന്തരം അലീനയെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ് റീത്താമായി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ പൗലോസും അലീനയും തമ്മിലുള്ള കൊമ്പുകോർക്കലും ഒടുവിൽ പൗലോസിൻ്റെ അടിയറവ് പറയലുമാണ് നാളെ കാണാൻ കഴിയുക. കുറ്റം സമ്മതിക്കുന്നതോടുകൂടി അലീനയാണെങ്കിൽ പൗലോസിനെ പൊളിച്ചെടുക്കുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഇത്രയും കള്ളത്തരങ്ങളും ഇത്തരം മോഷണങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എത്ര നാളായിട്ടാണ് നിങ്ങൾ ഈ മോഷണം ചെയ്യാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ മോഷ്ടിക്കുന്നത്? തൻ്റെ പപ്പയുടെ പണം ഫുള്ളായിട്ടും നിങ്ങൾ മോഷ്ടിച്ചെടുക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ സംശയപ്പോൾ ശരി തന്നെയായിരുന്നു. നിങ്ങൾ വർഷങ്ങളായിട്ടും കൂടെ നിന്ന് പപ്പയെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആൻ്റപ്പൻ പറയാണ്, എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, എൻ്റെ ആൻ്റപ്പൻ ചേട്ടാ, നിങ്ങൾ ഇതിൽ ഇടപെടാതെ ഇവർ പിന്നെ ഈ തിരിമറി നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആൻ്റപ്പനാണെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. താൻ പണം, സാധനങ്ങൾ മേടിക്കാൻ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നതും തുടർന്ന് ബാങ്കിലെ ഇടപാടുകൾക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുന്നതും കാണാൻ സാധിക്കും. എല്ലായ്പ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് ആൻ്റപ്പൻ പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ തനിക്ക് ഒന്നും അറിയില്ല എന്നും ഒടുവിൽ ഇവർ ബില്ല് തരും, ഞാൻ ബാലൻസ് പൈസയും മേടിക്കും, അതുപോലെ തന്നെ ഒന്നും നോക്കാതെ ഞാൻ കേണൽ സാബിന് തിരികെ കൊണ്ട് കൊടുക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെ ഐഡിയ ആണ് എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡ്രൈവറാണെങ്കിൽ ഇതെല്ലാം പൗലോസേട്ടൻ്റെ ഐഡിയ ആണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ ഡ്രൈവർ തന്നെ ഒറ്റിക്കൊടുത്തത് കണ്ടതും പൗലോസ് ആണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ ഒരുപാട് നമ്മുടെ അലീന ചീത്ത പറയുന്നുണ്ട് എന്ന് കാണാം. നിങ്ങളാണോ എന്നെ അനുസരിക്കാത്തത്? എൻ്റെ പപ്പയുടെ പണം മോഷ്ടിക്കുന്ന നിങ്ങളാണോ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത്? നിങ്ങൾക്ക് അവസരം ഒരെണ്ണം കൂടിയുള്ളൂ. അതായത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ തന്നെ അനുസരിച്ചേ മതിയാവുകയുള്ളൂ. പൗലോസേട്ടന് എന്ത് വേണമെങ്കിലും ഉടനെ തീരുമാനിക്കാവുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസാണെങ്കിൽ ജയിലിലേക്ക് പോകുന്നതിനും ഭേദം ഇവളെ അനുസരിച്ച് ഇവിടെ നിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നു. തുടർന്ന് ഇനി പൗലോസേട്ടന് അധികം ശമ്പളമൊന്നും ഉണ്ടാകില്ല എന്നും മോഷ്ടിച്ചതിൻ്റെ കണക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ ശമ്പളം എത്ര വരുമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ എന്നും അലീന പൗലോസിനോട് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസ് അതിനും സമ്മതം മൂടുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീനയെ ഓട്ടിക്കണം, അലീനയെ പറപ്പിക്കണം. അതിനായിട്ട് എന്താണ് വഴി എന്ന് റീത്ത ചിന്തിക്കുന്നുണ്ട്. അതായത് അവരുടെ അച്ഛനുപയോഗിച്ചുള്ള ശ്രമവും നേരിട്ട് വന്നുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളുമെല്ലാം സ്റ്റാൻലി പരാജയപ്പെടുത്തി. സ്റ്റാൻലി അവരെ പേടിപ്പിച്ച് തിരിച്ചയക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കാകെ നാണക്കേടും അപമാനവും ഒക്കെ ആയി നിൽക്കുകയാണ്.
അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ ഓട്ടിക്കണം. അവൾക്ക് ഇല്ലാതാക്കാൻ, അതായത് വിഷം കൊടുത്തായാലും അവളെ ആശുപത്രിയിലാക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ചിന്തിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അവിടെ നിന്ന് തോട്ടത്തിലേക്ക് പോകുന്ന സമയം പൗലോസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്തയാണെങ്കിൽ അലീനയ്ക്ക് വിഷം കൊടുക്കാനായിട്ട് ഒരു തവണ പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയം ഇത് പണിയാകുമെന്ന് പറയുമ്പോൾ, ഞാൻ നിനക്ക് ലക്ഷങ്ങൾ തരാം പൗലോസെ, നീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, അവൾ ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണെങ്കിൽ ഓടിപ്പോയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ തൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസ് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ റീത്തയിൽ നിന്നും പൈസ മേടിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കഴിയും. ഇതേ സമയം പൈസയൊക്കെ അത്യാവശ്യത്തിന് ഞാൻ തരാമെന്ന് പറയുന്നു, നീ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ പൗലോസാണെങ്കിൽ അലീനയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിൽ ചെറുതായിട്ട് 2-3 നുള്ള് വിഷം ചേർക്കുന്നത് കാണാം. അത് കുടിച്ച അലീന പെട്ടെന്ന് തന്നെ തലകറങ്ങി വീഴുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം സ്റ്റാൻലി അവിടേക്ക് എത്തുന്നത് അലീന നിലത്ത് വീഴുന്നതും ഒരുപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലീനയും കൊണ്ട് സ്റ്റാൻലി ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് കാണാം. ആശുപത്രിയിലെ എല്ലാ ചെക്കപ്പുകൾക്കും ശേഷം ആരോഗ്യപരമായോ വേറെ ഒരു പ്രശ്നമുണ്ടോ ഉണ്ടായതല്ല എന്നും ഇത് സത്യത്തിൽ ആരോ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെന്നും വിഷം കൊടുത്തതാണെന്നും ഡോക്ടർ ആരെ അറിയിക്കുന്നു? സ്റ്റാലിനെ അറിയിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനറിയാം തൻ്റെ വീട്ടിൽ, തൻ്റെ അടുക്കളയിൽ പൗലോസ് അറിയാതെ ഒരു സാധനവും അലീന കുടിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ സ്റ്റാൻലി എന്ന് കാണാം. നീ എന്താടാ എൻ്റെ മോൾക്ക് കലക്കി കൊടുത്തത് എന്ന് ചോദിക്കുന്നു. ഒന്നും കലക്കി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ നിനക്ക് ജയിലിലേക്ക് പോകാം, ഞാൻ കേസ് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ, റീത്ത പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ, സ്റ്റാലിയാണെങ്കിൽ റീത്തയ്ക്കെതിരെ പോലീസിൽ ആളെ അപായപ്പെടുത്താൻ എന്ന കുറ്റത്തിന് കേസ് കൊടുക്കുന്നൊരു കാഴ്ചയും പോലീസ് റീത്തയെ പിടികൂടുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്